ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 66ാമത്തെ പാർട്ടാണ്. അപ്പോൾ എന്നെ ആരും ചീത്ത പറയരുത്. എനിക്ക് റെക്കോർഡ് ചെയ്യാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നും കാണുന്ന പോലെ ഇന്ന് അത്രയും വലിയ പാർട്ടൊന്നും ആയിരിക്കില്ല. കൂടിപ്പോയ ഒരു 5 മിനിറ്റ് അതിൽ കൂടുതൽ ഉണ്ടാവില്ല. സോറി കേട്ടാ. നാളെ ലെങ്ത്ത് കൂട്ടിയിടാം. പിന്നെന്താ, എനിക്ക് ഒരുപാട് സംസാരിക്കുമ്പോൾ ചുമ വരിക. അത് കാരണം റെക്കോർഡ് ചെയ്യാൻ പറ്റണില്ല. ഞാൻ നാളെ തൊട്ട് നോക്കാൻ 2 പാർട്ട് ഇടാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ. ഞാനത് ഉറപ്പൊന്നും തരുന്നില്ല. പക്ഷെ ഒരു പാർട്ടെങ്കിൽ ഒരു പാർട്ട് ഇടാൻ നോക്കാം കേട്ടോ. പിന്നെന്താ, ഒറ്റ പാർട്ട് ഇടാതെ പോകത്തില്ല. 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റ് ഇടാം. നിങ്ങളെന്തായാലും കാത്തിരിക്കുകയല്ലേ, അത് കാരണം കേട്ടാ. എന്നാൽ സ്റ്റോറിയിലേക്ക് പോയാലോ. വയറിലൂടെ 2 കൈകൾ തന്നെ ചുറ്റിപ്പിടിച്ചപ്പോഴാണ് വർണ്ണ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നത്. ചുറ്റി ഇരുട്ട് മാത്രമാണ്. തൻ്റെ മേലുള്ള കൈകളുടെ പിടുത്തം മുറുകി. അതാരാണെന്ന് അവൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ സാമീപ്യം, ഗന്ധം, സ്പർശനം അവൾക്ക് അത്രയേറെ പരിചിതമായിരുന്നു. അവൾ ഒരു പൊട്ടിക്കരച്ചിലോടെ തിരിഞ്ഞ നെഞ്ചിലേക്ക് തല ചേർത്തു. ദത്ത, അവൾ വിതുമ്പലോടെ വിളിച്ചു. പേടിച്ചു പോയോ കുഞ്ഞെ? ദത്തൻ അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചുകൊണ്ട് ചോദിച്ചു. എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ? ഞാൻ ഇത്ര പേടിച്ചു പോയിന്നറിയോ? അവൻ അഭിജി. ഒന്നുമില്ലടാ, ഞാൻ വന്നില്ലേ. ഇന്ന് എൻ്റെ കുട്ടി പേടിക്കണ്ട. ദത്തൻ കൂടെ ഉണ്ട് കേട്ടോ. ദത്തൻ അവളെ തന്നിലേക്ക് ചേർത്ത് കിടത്തി പുറത്തേക്ക് പതിയെ കൊട്ടിക്കൊടുത്തു. രാവിലെ ആദ്യം കണ്ണു തുറക്കുന്നത് വർണ്ണയായിരുന്നു. തൻ്റെ കഴുത്തിലേക്ക് മുഖം ചേർത്താണ് ദത്തൻ കിടന്നത്. അവൻ്റെ നിശ്വാസം വർണ്ണയുടെ കഴുത്തിൽ തട്ടുന്നുണ്ട്. അവൾ പതിയെ ദത്തൻ്റെ തല ശരിക്കു വെച്ചു. അവൻ്റെ നെറ്റിയിലേക്ക് വീണ മുടികളെല്ലാം ഒതുക്കി വെച്ചു. വർണ്ണയുടെ കണ്ണുകൾ അവൻ്റെ മുഖമാകെ അലഞ്ഞു നടന്നു. എന്താ കുഞ്ഞിങ്ങനെ നോക്കണേ? കണ്ണടച്ചുകൊണ്ട് തന്നെ ദത്തൻ ചോദിച്ചു. എന്നാൽ വർണ്ണ മറുപടി പറയാതെ ഒന്ന് ഉയർന്ന് അവൻ്റെ ഇരു കണ്ണിൽ ഉമ്മ വെച്ചു. ദത്തൻ ഒരു പുഞ്ചിരിയോടെ കണ്ണു തുറന്നു. അടുത്ത നിമിഷം അവളെ തിരിച്ച് അവളുടെ മുകളിലേക്കായി കൈകുത്തി നിന്നു. അവൻ പതിയെ കള്ളച്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് തൻ്റെ മുഖം മടിപ്പിച്ചതും വർണ്ണ അവനെ സൈഡിലേക്ക് തള്ളി വേഗം ബെഡിൽ നിന്നിറങ്ങി. എന്താടി? മുഖം വീർപ്പിച്ച് തന്നെ ദേഷ്യത്തോടെ നോക്കുന്ന വർണ്ണയോട് അവൻ ചോദിച്ചു. എന്നാൽ അവളൊന്നും മിണ്ടാതെ ദേഷ്യത്തിൽ തന്നെ ബാത്റൂമിനരികിലേക്ക് നടന്നു. ദത്തൻ എഴുന്നേറ്റ് ചെന്ന് അവളെ പിന്നിൽ നിന്ന് മട്ടം പിടിച്ചു. എങ്ങോട്ടാടി ഇത്ര തിരക്കിട്ട് പോണ്? അവളെ ഉയർത്തി ദത്തൻ ബെഡിലേക്ക് കൊണ്ടുവന്നിരുത്തി. മാറ്, എനിക്ക് പോയി കുളിക്കണം. അതെന്താ ഇത്ര നേരത്തെ ഒരു കുളി? എനിക്ക് തോന്നുമ്പോൾ ഞാൻ കുളിക്കും. ചിലപ്പോൾ നേരത്തെ കുളിക്കും, ചിലപ്പോൾ നട്ടുച്ചയ്ക്ക് കുളിക്കും, ചിലപ്പോൾ പാതിരാത്രിക്ക് കുളിക്കും. അതെൻ്റെ ഇഷ്ടം. രാവിലെ തന്നെ കട്ടക്കലിപ്പിലാണല്ലോ എൻ്റെ കുഞ്ഞിപ്പെണ്ണ്. ദത്തൻ അവളുടെ കവളെ പിടിച്ച് ചോദിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട, പഞ്ചാരക്കലം കൊണ്ട് വരണ്ട. ഞാൻ എന്നോട് മിണ്ടിയില്ല. അവൾ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നോട് പിണക്കാണ് എൻ്റെ ദേവുട്ടി. ഞാൻ ആരുടെയും ദേവുട്ടിയല്ല. അടുത്ത നിമിഷം ദത്തൻ അവളെ ബെഡിലേക്ക് തള്ളിയിട്ടു. ശേഷം അവളുടെ മേലിലേക്ക് അമർന്നു. അല്ലേ? അവളുടെ കാതിൽ പതിയെ ചോദിച്ചു. അല്ല അല്ല അല്ല, ശരിക്കല്ലേ? അതിനോടൊപ്പം അവൻ്റെ കൈകൾ അവളുടെ മേലിലേക്ക് പതിയെ ഒഴുകി നടക്കാൻ തുടങ്ങി. അത് അവളുടെ തോളി വന്നു നിന്നു. എൻ്റെ കുട്ടി ദത്തനോട് പിണക്കാണോ? അതെ. ഞാൻ ഇനി ഒരിക്കലും നിന്നോട് മിണ്ടില്ല. എന്നെ പറ്റിച്ച് കള്ളം പറഞ്ഞു. ഒറ്റയ്ക്കാക്കി വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല. എന്നോട് ഇഷ്ടമാണെന്നൊക്കെ വെറുതെ പറയാ. ഞാനില്ലെങ്കിലും നിനക്കൊരു അങ്ങനെ മാത്രം പറയല്ലേ കുഞ്ഞെ. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും വലുത് നീയല്ലേ. നീ ഇല്ലെങ്കിൽ പിന്നെ ഈ ദത്തനുണ്ടോടി? നിറഞ്ഞു വന്ന കണ്ണുകൾ വർണ്ണ കാണാതെ ഇരിക്കാൻ ദത്തൻ അവളുടെ മേലിൽ നിന്ന് അടർന്നു മാറി ബെഡിലേക്ക് മലർന്നു കിടന്നു. എനിക്കറിയാം ഞാൻ ചെയ്തത് തെറ്റാണ്. പക്ഷെ അത് നമുക്ക് വേണ്ടി തന്നെയാടാ. നമുക്ക് ഇവിടെ നിന്ന് പോവണ്ടേ, നമ്മുടെ മാത്രം കൊച്ചു സ്വർഗത്തിലേക്ക്? അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കണ്ടായിരുന്നു. അല്ലാതെ ഞാൻ വെറുതെ എൻ്റെ കുട്ടി ഒറ്റയ്ക്കാക്കിയിട്ട് പോവോ? അത് പറയുമ്പോൾ അവൻ്റെ സ്വരം വല്ലാതെ ഇടർന്നുണ്ടായിരുന്നു. സോറി, ഞാൻ പെട്ടെന്ന് സങ്കടം ഒന്നും പറയാതെ പറഞ്ഞതാ. എനിക്ക് നിന്നോട് മിണ്ടാതെ നടക്കാൻ പറ്റുമോ? വർണ്ണവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ച് വിരുമ്പി. ദത്തൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു.
അവൻ അവളെ ചേർത്ത് പിടിച്ച് അങ്ങനെ കുറച്ചു നേരം കിടന്നു. ഇപ്പം എൻ്റെ കുഞ്ഞിൻ്റെ പിണക്കം മാറിയോ? ഇല്ല. അവൾ ചിരി ഒതുക്കി മുഖത്ത് ഗൗരവം വരുത്തി അവൻ്റെ നെഞ്ചിൽ നിന്ന് എണീറ്റു. കള്ളി, എങ്ങോട്ടടി ഓടണേ? ബെഡിൽ നിന്നും ഇറങ്ങി ഓടാൻ നിന്ന വർണ്ണേദത്തൻ പിടിച്ച് തൻ്റെ മടിയിലേക്ക് ഇരുത്തി. ഇനി ഓടുന്ന എനിക്കൊന്ന് കാണണം. അവളെ ഇരുകൈകൾ കൊണ്ട് ചുറ്റിപ്പിടിച്ച് പിൻകഴുത്തി മുഖം ചേർത്ത് ദത്തൻ പറഞ്ഞു. വീട്ടിൽ ദത്ത, ഞാൻ പോയി കുളിക്കട്ടെ. പോവാം. ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. പിണക്കം മാറിയോ? ഞാനൊന്ന് ആലോചിക്കട്ടെ നിന്നോട് മിണ്ടണോ വേണ്ടോന്ന്. തൽക്കാലം ഞാൻ നിന്നോട് മിണ്ടാൻ ഉദ്ദേശിക്കണില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാട്ട് കഴിഞ്ഞു. ചെറിയൊരു പാട്ട, സാരമില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടതാട്ടോ. സൺഡേക്കില്ലേ, എന്നൊന്ന് വെറുതെ വിട്ടൂടെ. ദേഷ്യം കാണിക്കല്ലേ. ഞാൻ നാളെ വലിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ, താങ്ക് യു.